സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള പറക്കുന്ന കാറുകൾ ഇനി ഇന്ത്യയിലെ ആകാശത്തും യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ eVTOL വാഹനമായ എയർ ജെനസിസ് വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് എക്സോ എയ്റോസ്പേസ് എന്ന കമ്പനി. എന്താണ് ഈ വിമാനം? ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ പേരൊന്ന് പരിചയപ്പെടാം. eVTOL എന്നാൽ ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ്. ഇത് പൂർണ്ണമായി വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത്. പെട്രോളോ ഡീസലോ വേണ്ട. ഒരു ഹെലികോപ്റ്ററിനെ പോലെ നേരെ മുകളിലേക്ക് ഉയരാനും താഴാനും ഇതിന് കഴിയും. ഇതിന് റൺവേയുടെ ആവശ്യമില്ല. ഒരു ചെറിയ പറമ്പിലോ കെട്ടിടത്തിന് മുകളിലോ ലാൻഡ് ചെയ്യാം. ബംഗളൂരു ആസ്ഥാനമായുള്ള എക്സോ എയ്റോസ്പേസ് ആണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഒന്നാണിത്. ഇനി ഇതിന്റെ ഡിസൈനിലേക്ക് വരാം. ഇതൊരു സാധാരണ വിമാനം പോലെയല്ല. ഇതിൽ ഒന്നിലധികം പ്രൊപ്പലറുകളുണ്ട്. ഒന്ന് പരാജയപ്പെട്ടാലും മറ്റുള്ളവ ഉപയോഗിച്ച് സുരക്ഷിതമായി താഴെ ഇറങ്ങാൻ ഇത് സഹായിക്കും. ഇതിനെ ഒരു മൾട്ടി റോൾ വാഹനം എന്ന് തന്നെ വിളിക്കാം. ഇതിൽ അത്യാധുനികമായ മോട്ടോറുകളും ബാറ്ററി സാങ്കേതിക വിദ്യയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ഹെലികോപ്റ്ററുകൾ വലിയ ശബ്ദം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഇതിന് ശബ്ദം വളരെ കുറവാണ്. നഗരങ്ങളിലൂടെ പറക്കുമ്പോൾ ഇത് ആർക്കും ശല്യമാകില്ല. പുക പുറത്തു വിടുന്നില്ലാത്തത് കൊണ്ട് തന്നെ വായു മലിനീകരണവും ഉണ്ടാകില്ല. സാധാരണ റോഡ് യാത്രയേക്കാൾ 4 ഇരട്ടി വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഇതിന് സാധിക്കുകയും ചെയ്യും. അഡ്വാൻസ്ഡ് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം ഉള്ളത് കൊണ്ട് സുരക്ഷിതമായ യാത്രയും ഇത് ഉറപ്പു നൽകുന്നു. കൂടാതെ കുറഞ്ഞ ചിലവിൽ ഇത് പ്രവർത്തിപ്പിക്കാനും സാധിക്കും. ഈ വിമാനം വെറുതെ പറക്കാൻ മാത്രമല്ല നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ കാര്യങ്ങളിലും ഇതിന് വലിയ പങ്കുണ്ട്. ഹിമാലയം പോലെയുള്ള ഉയർന്ന മലനിരകളിൽ സൈനികർക്ക് ഭക്ഷണം, മരുന്ന്, വെടിമരുന്ന് എന്നിവ എത്തിക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. വലിയ ഹെലികോപ്റ്ററുകൾക്ക് ഇറങ്ങാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ എയർ ജെനസിസിന് എളുപ്പത്തിൽ എത്താൻ സാധിക്കും. ഇത് ശത്രുക്കളുടെ കണ്ണു വെട്ടിച്ച് നിരീക്ഷണം നടത്താനും ഉപയോഗിക്കാം. കാർ റേസിംഗ് പോലെ ഭാവിയിൽ വരാൻ പോകുന്ന ഒന്നാണ് ഏരിയൽ റേസിംഗ്. വായുവിലൂടെയുള്ള മത്സരങ്ങൾക്കായി ഈ വിമാനം ഉപയോഗിക്കാം. നഗരങ്ങളിലെ ഗതാഗതക്കുരുക്കൽപ്പെടാതെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പറന്നെത്താൻ ഇത് സഹായിക്കും. കൂടാതെ എയർ ആംബുലൻസ് ആയും ഉപയോഗിക്കാം. എല്ലാം നല്ലതാണെങ്കിലും ചില വെല്ലുവിളികളുമുണ്ട്. ഇതിന്റെ ബാറ്ററി ചാർജിംഗ് സമയം കുറയ്ക്കണം, പറക്കാനുള്ള ദൂരവും കൂട്ടണം. കൂടാതെ ആകാശത്തെ ട്രാഫിക് നിയന്ത്രിക്കാൻ പുതിയ നിയമങ്ങളും ആവശ്യമാണ്. ഇന്ത്യൻ എയ്റോസ്പേസ് രംഗത്ത് ഇതൊരു വലിയ നാഴികക്കല്ലാണ്. വരും വർഷങ്ങളിൽ നമ്മൾ റോഡിലൂടെ കാർ ഓടിക്കുന്നത് പോലെ ആകാശത്തിലൂടെ ഇത്തരം eVTOLകളിൽ യാത്ര ചെയ്യുന്ന കാലം വിദൂരമല്ല. കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വലിയൊരു കരുത്താണ് എക്സോ എയ്റോസ്പേസിന്റെ ഈ വിജയം. ഇത് ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ വലിയൊരു ടെക്നോളജി ഹബ്ബാക്കി മാറ്റുമെന്നതിൽ സംശയമില്ല.